ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എത്ര ദീർഘമായ പ്രതിസന്ധിയാണത്, എത്ര കഠിനമായ വേദനയാണ്. അതുകൊണ്ടല്ല എല്ലാവരും പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വേദന ഈറ്റുനോവാണെന്ന്. അതുകൊണ്ടായിരിക്കാം ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് അസ്ഥികൾ ഒടിയുന്നതിന് തുല്യമാണ് ഈ നോവ് എന്ന്. സ്ത്രീകൾക്കും അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന പുരുഷന്മാർക്കും ഒരു പരിധിവരെ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. 9 മാസത്തെ ശാരീരികമായൊരു വേദന മാത്രമല്ല ഈറ്റുനോവ്, മറിച്ച് അധിക നാൾ നീണ്ടു നിൽക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളാണ് ഈറ്റുനോവ്. ഗർഭിണിയാകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതുവരെ ഉണ്ടായിരുന്ന സകലതിനും വളരെ പെട്ടെന്ന് ഒരു മാറ്റം സംഭവിക്കുന്നു. നിലത്ത് വീണു പോകുന്ന ഒരു പാത്രം എടുക്കാനോ സാധാരണ രീതിയിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ അതുവരെ ആസ്വദിച്ചു കഴിച്ചിരുന്ന ഭക്ഷണം കഴിക്കാനോ ഒക്കെ പ്രയാസപ്പെടുന്ന നാളുകൾ എല്ലാം അനുഭവിക്കുന്നതിന് കാരണം ഇതെല്ലാം സന്തോഷകരമായ ഒരു അവസാനത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അനുഭവിക്കേണ്ടി വരുന്ന ഈറ്റുനോവ് പോലെ തന്നെയാണ് ഉള്ളിൽ ക്രിസ്തുവിന് ജനിക്കാൻ അവസരം കൊടുക്കുക എന്നത്. പരിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:19 പറയുന്നു, ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന വേദനയെ നമുക്ക് ഇതുമായിട്ട് കൂട്ടി വായിക്കാം. ക്രിസ്തുവിനെ ഉള്ളിൽ രൂപപ്പെടുത്തുക എന്നത് നിസ്സാരവും സുഖകരവുമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതുവരെ നിസ്സാരമെന്ന് കരുതിയിരുന്ന പലതും പ്രയാസമായി വന്നേക്കാം. അതുവരെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നതും ആഗ്രഹിച്ചിരുന്നതുമായ പലതും ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. ക്രിസ്തുവിലാകുക എന്ന വലിയ കാര്യത്തെ നിസ്സാരവൽക്കരിക്കുന്നതാണ് പലരുടെയും ആത്മീയ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം. 1-2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, എനിക്ക് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്തിരിയുന്നവരും, ധ്യാനങ്ങൾ പലതുകൂടി പക്ഷെ ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നവരുമൊക്കെ ചിന്തിക്കേണ്ട കാര്യമൊന്നു മാത്രമാണ്, ക്രിസ്തു ഉള്ളിൽ ജനിക്കുവാനും ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുവാനും സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും ജീവിതത്തിൽ ഈറ്റുനോവ് അനുഭവിക്കുന്നത് പോലെ കഷ്ടപ്പെടേണ്ടി വന്നേക്കാം. വേദന ഉണ്ടാകുമെന്ന് കരുതി ആരും പ്രസവിക്കാതിരിക്കാറില്ലല്ലോ. കാരണം അവസാന പ്രതിഫലം സന്തോഷത്തിൻ്റെതാണ്. എത്ര ഈറ്റുനോവ് അനുഭവിക്കേണ്ടി വന്നാലും ക്രിസ്തുവിനെ ഉള്ളിൽ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം അവസാന ഫലം ക്രിസ്തു തന്നെയാണ്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കരുണയുള്ളവൻ, കാവലായവൻ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയോ, കൂടെ വന്നിടും കൂട്ടിരുന്നിടും, കൂരിരുട്ടിൻ പാതയിൽ വഴി തെളിച്ചിടും. കരുതിടുന്ന സ്നേഹം, തിരുജീവനേകും സ്നേഹം, ആ സ്നേഹമാർന്ന ദൈവം നല്ലിടയനാകും ഈശോ. കരുതിടുന്ന സ്നേഹം, തിരുജീവനേകും സ്നേഹം, ആ സ്നേഹമാർന്ന ദൈവം